എന്റെ പേര് കുട്ടായി. എന്റെ വീടിനടുത്തായിരുന്നു ഗീതയുടെയും വീട്. ഞങ്ങൾ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ലായിരുന്നെങ്കിലും വീട്ടുകാരുടെ നിർബന്ധത്തിനുടനെ നല്ലൊരു മുഹൂർത്തം കൊടുക്കാൻ ജോത്സ്യനെ പോയി കണ്ടു. ഇത് നടക്കില്ല. ചൊവ്വയിൽ കേട്ടു പ്രണനി കിടക്കുന്നു. ഇത് നടക്കാൻ പാടില്ല. അല്ലെങ്കിലും ചൊവ്വാഴ്ച വേണ്ട ജോത്സ്യനെ, നമുക്കൊരു ഹോളിഡേ പിടിക്കാം. ഞായറാഴ്ച ഒഴിവിട്ടു നോക്കി. എന്താ ഈ പറ? വേണ്ട, ഞായറ് വേണ്ട. പിടിച്ച സകല അലവില്ലാതെയോടും ഉണ്ടാ വന്നു കയറിയിരിക്കും. ചെലവ് കൂടും. നിങ്ങളൊരു വെള്ളിയാഴ്ച പിടിക്കും ജോത്സ്യനെ. നിർത്തുക. ഈ വിവാഹമേ നടക്കാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇത് നടന്നാൽ വരണ അകാല മരണമാവും വനം. വധു വിധവയായ ശിഷ്ടകാലം ജീവിക്കേണ്ടി വരും. ഇതറിഞ്ഞതും ഞങ്ങളുടെ വീട്ടുകാർക്ക് എതിർപ്പായി. എങ്കിലും ഗീതയും ഞാനും ഉറച്ചു തന്നെ നിന്നു. ഒരു വിധിക്കും നമ്മൾ പിരിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് തെളിയിക്കണം ഗീത. അതെ ഏട്ടാ, നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണം. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ പഴയ ക്ലാസ്മേറ്റ് അജയ് ഞങ്ങളുടെ വീടിനടുത്തേക്ക് താമസം മാറി വന്നത്. ഹായ് അജയ്, ഇത് ഗീത. ഗീത, ഇത് അജയ്. ഹായ് ഗീത, എവിടേക്കാണ്? ഹലോ അജയ്, ഞാൻ ടൗണിലേക്ക് ഇറങ്ങിയതാ. ആണോ? ഞാനും അതെ. പോയിരുന്നോ? താൻ ഉറങ്ങിയിരുന്നോ? ഇല്ല, കുട്ടായേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു അല്ലേ? ഏയ്, അമ്മനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ആണോ? നാളെ എന്താ പരിപാടി? ഒന്നുമില്ലല്ലോ. എങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? പോവാലോ. പക്ഷെ കുട്ടായേട്ടൻ അറിയണ്ട. അവനോട് പിന്നെ എന്ത് പറയും? കൂട്ടുകാരേനെ വീട്ടിൽ പോയിന്ന് പറയാം. ചേട്ടാ, ഇതെന്റെ കുഞ്ഞമ്മയുടെ മാമന്റെ മോളാ. ഞങ്ങൾ ഇവിടെ ഒരു എക്സാം എഴുതാൻ വന്നതാ. ഒന്ന് ഫ്രഷ് ആവാൻ ഒരു റൂം കിട്ടും. വീട്ടുകാരെ നോക്കി നിന്നിട്ട് കാര്യമില്ല ഗീത, നമുക്ക് ഉടനെ കെട്ടണം. അത് പിന്നെ കുട്ടായേട്ടാ, നമുക്കിത് വേണ്ട. വിധിയെ വെല്ലുവിളിച്ചിട്ട് ഒരു വിധവയായിട്ടിരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഗീതു, അതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അല്ല ഏട്ടാ, കുട്ടായേട്ടൻ ചെത്തു കഴിഞ്ഞാൽ ഏട്ടന് പിന്നെ ഒന്നും നോക്കാനില്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. എനിക്കെന്റെ ഭാവി നോക്കണമല്ലോ. ഒരു വിധവയായ സമൂഹത്തിന് മുന്നിൽ ജീവിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുണ്ട്. സോറി, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. അങ്ങനെ അവൾ പോയതോടുകൂടി ഞാൻ ആകെ മാനസികമായി തളർന്നു. കള്ളിലും കഞ്ചാവിലും മാത്രമായിരുന്നു എന്റെ അഭയം. അങ്ങനെ ഞാൻ സ്വയം നശിച്ചുകൊണ്ടിരുന്നു. അതേസമയം ഗീതയാണെങ്കിൽ അജയനെ കല്യാണം കഴിച്ച് അജയുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. അജയ് എന്റെ ഫ്രണ്ടായതിനാൽ എനിക്കത് തടയുവാനോ തടസ്സപ്പെടുത്തുവാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അജയുടെ നാട്ടിലെ ചില ഗുണ്ടാ നേതാക്കളുമായി അജയ് പ്രശ്നത്തിലാവുകയും അജയ് അവർ വീട്ടുതടങ്കലിട്ട് വയ്ക്കുകയും ചെയ്തു. ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഗീത എന്നെ വിളിച്ചു. ഇതറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ വണ്ടിയെടുത്ത് അജയനെയും ഗീതയെയും എന്റെ സ്വന്തം ചെയ്യുമ്പോൾ വയോക്കാതെ രക്ഷിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് ആരും പറയാതെ ഒരു പൂട്ടിക്കിടന്നിരുന്ന ഒരു പഴയ ബംഗ്ലാവിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ അവിടെ താമസിപ്പിച്ചു. ഏതായാലും 1-2 ആഴ്ച നിങ്ങൾ ഇവിടെ താമസിക്കേ. ഗാർഡനുള്ളിലായതുകൊണ്ട് ഇങ്ങോട്ടാരും വരില്ല. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഞാനിവിടെ എത്തിച്ചോളാം. കുട്ടായേട്ടാ, ഞങ്ങൾ ഇതിന് എത്രയും നന്ദി പറയണമെന്നറിയില്ല. എന്താ ഗീത ഇത്? ഇങ്ങനെ ഒരു സമയത്ത് ഞാനല്ലാതെ വേറെ ആരാ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്? അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ബോർഡടിച്ചിരുന്ന ഗീത കൗതുകം കൂടി അവിടെ അടഞ്ഞു കിടന്നിരുന്ന ഒരു മുറി തുറന്നു നോക്കി. അപ്പോഴാണ് വളരെ വിചിത്രമെന്ന് തോന്നിക്കുന്ന ഒരു പെട്ടി അവളുടെ കണ്ണിൽപ്പെട്ടത്. അവൾ അത് തുറന്നു നോക്കി. ആ സംഭവത്തിന് ശേഷം അധികം വൈകാതെ തന്നെ ഗീതയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കുട്ടായി, നീ ഒന്ന് നോക്കിക്കേ, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അജയ് പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ ജോത്സ്യനെ പോയി കണ്ടു. കാര്യങ്ങളെല്ലാം കേട്ട ജോത്സ്യനാണ് പറഞ്ഞത് ആ ബംഗ്ലാവിന്റെ പഴയ കഥ. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ദുഷ്ടനായ കാർന്നോരും ആ കാർന്നോർ പീഡിപ്പിച്ചു വന്ന നാഗവല്ലി എന്നൊരു ജോലിക്കാർ പെണ്ണും ഉണ്ടായിരുന്നു. ഈ നാഗവല്ലി പുനർജന്മം എടുത്തു വന്നിരിക്കുകയാണ് ഗീതയിലൂടെ പ്രതിദാനം ചെയ്യാൻ. അവളുടെ കണ്ണിൽ അജയ് താങ്കളാണ് ആ കാർന്നോര്. ഞാനോ? ഊമ്പിയല്ലോ നാഥ. അവൾ തന്നെ കൊല്ലാതെ ലോകത്തുനിന്ന് പോകില്ല. ഇതിനൊരു പ്രതിവിധിയില്ല ജോത്സ്യരെ. അപ്പോഴാണ് പേടിച്ചു വെപ്രാളപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ആകെയുള്ള ആ പോംവഴി ജോത്സ്യൻ പറഞ്ഞു തന്നത്. വരൂ, ഇതാണ് ആ പോംവഴി. ജോത്സ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു യന്ത്രം. അത് ഞങ്ങളെ കാണിച്ചു. ശക്തിയല്ല, ബുദ്ധിയാണ് ഇവിടെ പ്രധാനം. അവളെ പ്രതിരോധിക്കാതെ അവളോട് അനുകമ്പയോടെ ഇടപെടുക. അവളെ തൃപ്തിപ്പെടുത്തി മാത്രമേ നമുക്ക് ഈ ലോകത്ത് നിന്ന് പറഞ്ഞുവിടാൻ സാധിക്കുകയുള്ളൂ. അവളുടെ മുന്നിലിട്ട് അജയനെ കൊന്നുവെന്ന് വരുത്തി തീരുക. ഈ പെട്ടി അതിനെ നിങ്ങളെ സഹായിക്കും. ഒരു പെട്ടി, അതിനുള്ളിൽ കിടക്കുന്ന ഒരു കട്ടിൽ. കട്ടിലിന് 2 സൈഡ്. ഒരു സൈഡിൽ ഡമ്മിയും മറ്റേ സൈഡിൽ അജയ്ക്ക് കിടക്കാനുള്ള ബെഡ്. കട്ടിലിന് 2 സ്വിച്ച്. റൺ, സ്റ്റോപ്പ്. റണ്ണിൽ ഞെക്കിയാൽ ബെഡ് അടുത്ത സെക്കൻഡിൽ തിരിഞ്ഞ് അജയ് താഴേക്കും ഡമ്മി മുകളിലേക്കും വരും. ഈ ഒരു സെക്കൻഡ് വേണം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ. അങ്ങനെ ഞങ്ങൾ ആ പെട്ടി ബംഗ്ലാവിൽ കൊണ്ടുവന്നു. നാഗവല്ലിയായിട്ട് അന്ന് രാത്രി 12 മണിക്ക് ഡീൽ വെച്ചു. കുട്ടായി, നീയില്ലാതെ വേറെ ആരും ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കില്ല. ഞങ്ങൾക്കുണ്ടാവുന്ന കൊച്ചിനെ ഞങ്ങൾ കുട്ടായി എന്ന് പേരിടും.
ഇതിലൊക്കെ എന്തിരിക്കുന്നതാ? നിന്റെ കടമയല്ലേ. അവളെ ഇങ്ങ് കൊണ്ടുവരിക. നിന്നോട് അവസാനമായി ചോദിക്കുക, ഒഴിഞ്ഞു പോകുന്നോ? കൂട്ടായി ഒരുമാതിരി ഡബിറ്റാടി ടോക്കെടുക്കുന്ന വളരെ കാവനോടുകൂടെ വിളക്കിതർക്കം കൂടെ നിൽക്കുന്ന പറഞ്ഞോട്ടല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. ഓക്കെ, അവനെ നിന്റെ മുന്നിലിട്ട് തീർത്താ നീ ഒഴിഞ്ഞു പോവോ? ആകവല്ലിക്കൊറ്റ തന്തേ ഉള്ളൂ. അവരൊറ്റ വാക്കും വാക്കോറെ വാക്കാ. അതും കൊണ്ടുവരിക. അയോഗ്യനായേ. കുട്ടായി ഓർമ്മയുണ്ടല്ലോ, ഒറ്റ സെക്കൻഡേ നമുക്ക് സമയമുള്ളൂ. ഞാൻ 3 വരെ എണ്ണും. കറക്റ്റ് 3 എനിക്ക് കാണാം. ഏറ്റു ഞാൻ. കുട്ടായി ഡോണ്ട് വരി. ഓക്കെ, റെഡി. 1 അല്ല ഏട്ടാ, കുത്തായാത്തൻ ചത്തു കഴിഞ്ഞാൽ ഏട്ടന് പിന്നെ ഒന്നും നോക്കാനില്ല. 2 ഞങ്ങൾക്ക് കുട്ടായെന്ന് വീഴും. ഒരു വിധവയായ സമൂഹത്തിന് മുന്നിൽ ജീവിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുണ്ട്. 3 സോറി, ലെറ്റ്സ് ബ്രേക്കപ്പ്. ഓയി ഊട്ടുന്നടി. ചത്തു കഴിഞ്ഞാൽ ഏട്ടന് പിന്നെ ഒന്നും നോക്കാനില്ല. എനിക്ക് എന്റെ ഭാവി നോക്കണമല്ലോ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുണ്ട്.